അത് ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പം 56, 5:56. ഈ എംപയർ മാളിൽ ചേച്ചി ഇവിടെ പോയി. റേഷൻ കടയിൽ ഏത്? ആ അവരുടെ കൂടെ ഉണ്ടോ ചിട്ടിക്ക്? എത്ര രൂപയാ? ആ ഒരു മാസം 5000. ആ അപ്പം മുഴുവൻ എത്രയാ? അങ്ങനെയാണോ? അങ്ങനെയോ? 25,000 രൂപ. ആ 10 മാസം ആകുമ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് പൈസ തരും. ഓ അങ്ങനെ. ചേച്ചിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കൂ. നമ്മുടെ കയ്യിലുള്ളത് 1000 ആയിരിക്കും, ചിലപ്പോൾ 2000 കാണും മാസം. അതിനനുസരിച്ച് തരും. എല്ലാം കൂടെ കൂട്ടി കാണാമല്ലോ. ഞാനൊരു കമ്പ് വാങ്ങിച്ചു ഇതൊക്കെ. വേറെ ആർക്കും കൊടുക്കത്തില്ലെന്ന് തോന്നുന്നു. ഒരു കമ്പ് വലിയ പ്രയാസപ്പെട്ട അവിടുത്തെ ഒടിച്ചപ്പോൾ ചോദിച്ചാരൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടില്ലേ മുറിച്ച പാട് കമ്പിൻ്റെ കണ്ടോ? അതുണ്ട് കണ്ടോ. ഞാനും ഇങ്ങനെ വാങ്ങിച്ചൊരു കമ്പ്. നല്ല രസമുണ്ടല്ലേ? ചുമന്നതിനെക്കാട്ടും രസമുണ്ടല്ലേ? പോവാം അമ്മ. ഇത് തീർന്നില്ലയോ? പുതിയതാണോ? നാളെ വരാം. തണ്ണിമത്തനെ ചൂടിന് നല്ലതല്ലയോ? നമ്മുടെ എന്തുവാ ചേന. ഞാൻ ചേനയും ഇത് മാത്രമാണ് കഴിക്കുന്നത് കേട്ടോ ചേച്ചി. നമ്മളിതിൻ്റെ പകുതി കൊണ്ടാകേണ്ട സമയം ഇവരിങ്ങനെ ഈ ഒരു ഗ്യാസ് അടിച്ച് നമ്മളെ ഇങ്ങനെ വീർപ്പിക്കുക. പല പല വേലകളാണ്. ഇതുവേ കഴിക്കുന്നുള്ളൂ. മീൻ കറിയും പിന്നെ തൈരും പിന്നെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കഴിക്കും. ഇങ്ങനെ നമ്മൾ ഇല്ല, ചോറ് കഴിച്ചിട്ട് ഒരു മാസമായി. ഇന്നാളെ ഒരു ദിവസം അമ്പലത്തിൽ പോയി കഴിച്ചു. നമ്മൾ അമ്പലത്തിൽ തുടങ്ങിയോ? ഇന്നുണ്ടായിരുന്നോ ചോറ്? എന്താ പോഞ്ഞത്? അടുത്തല്ലേ? എത്ര മണി വരെയാ? 3 മണി വരെ? 2 മണി വരെ, 2:30 വരെ എന്തായാലും ഉണ്ടാവും അല്ലേ? കാണുമോ? ഇനി 9 ദിവസം ഉണ്ടല്ലേ? നവാഹമാന്ന് പറഞ്ഞു. നവാഹ ഇപ്പം 9ാമത്തെ ദിവസം എന്നായിരിക്കും? നവാഹം അല്ലേ? നമ്മുടെ കൂടെ പോകാൻ ആരുമില്ല അവിടെ. കഴിക്കാൻ ഉച്ചയ്ക്ക് പിന്നെ പോകാൻ കുഴപ്പമില്ല. ഞാൻ ഇന്നലെ വൈകിട്ടൊന്നും പോയി. അവിടെ എന്തുണ്ട്? വൈകിട്ട് എന്തുണ്ടായിരുന്നു? ഇന്നലെ തുടങ്ങി വെച്ചു. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ. എന്താ ചേച്ചി? അങ്ങനെ ഇന്നലെ വൈകിട്ടൊന്നും പോയി. എന്തോ? പോവാൻ പറ്റത്തില്ല. അയ്യോ. പോകുന്നത്. അപ്പം ഓട്ടം വന്നാൽ എന്ത് ചെയ്യും? പൂട്ടിയിടും. ഇവിടുത്തെ അമ്മയുണ്ടോ? മരിച്ചുപോയി അല്ലേ? ശരി ചേച്ചി. ഇല്ല, ഒറ്റയ്ക്കാ.
അമ്മ തൃശ്ശൂർ വരെ പോയി. നമ്മളോടില്ല, അവനൊക്കെ ഭയങ്കര ഇതാ, ചീത്തവിളിയൊക്കെയാ. എന്തോ ഒരു ദിവസം ഞാൻ ഇവിടെ മാറി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മുഖത്തോട്ട് ടോർച്ച് അടിക്കുക, എല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ചേച്ചിക്ക് വാട്സപ്പ് ഉണ്ടോ? നല്ല ഇട്ട് തന്നേനെ നമ്മൾ. ഇങ്ങനെ അങ്ങ് ശല്യമാണ്. നമ്മൾ വല്ലതും പറഞ്ഞു കേൾക്കുന്നു. ഇവർ പണ്ടും നമ്മുടെ ക്യാമറയൊക്കെ അടിച്ചു പൊളിച്ച് ചേച്ചിക്ക് അറിയത്തില്ലയോ, ഇവർ നമ്മളെക്കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞ് പരത്തുക, അങ്ങനെ ഇതാ. ഒന്നും വിശ്വസിക്കരുത് കേട്ടോ ചേച്ചി. പിന്നെ ചേച്ചിയുടെയൊക്കെ ആ ചേച്ചി ഭയങ്കര, ചേച്ചിയോടൊക്കെ പിണക്കമുള്ളേ, അവർ വല്ലാത്ത ഇതല്ലയോ, ഇവരോടൊക്കെ ഭയങ്കര കയ്യാന്ന് ആണോ? നമ്മളങ്ങോട്ടും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ രാവിലെ പോകുന്നു വരുന്നു നമ്മളെ കാര്യം നോക്കി അവിടെ വീട്ടിൽ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്താ ചേച്ചി പിണങ്ങാൻ കാര്യം?